ഓഫീസ് കാര്യം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, വലിയ കുട്ടി. ഒരു ചുക്കും അറിയില്ല. ഇവിടെ ഇറങ്ങി പുറത്ത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മേലെ നിന്നെ ഇവിടെ കാണരുത്. എന്റെ ഇഷ്ടമാ. അഭിനയിക്കണം. രാവിലെ മധുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. എനിക്ക് വല്ലാത്ത ഭയം. ഡോണ്ട് വറി. മധുവിനെ അയാൾ അറിയാതെ വേണം ചില ടെസ്റ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മാറുമെന്ന് ഉറപ്പല്ലേ അങ്കിൾ? ഈ പേഷ്യൻസ് കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. പിന്നൊരു കാര്യം, മനസ്സ് വിട്ടൊന്നും പറഞ്ഞു വിടരുത്. ശരി. പല റിയാക്ഷൻസ് ഉണ്ടാകും. ശരി അങ്കിൾ. ആശാനോ, വരൂ. വല്ലാതെ വിഷമിച്ചു. താമസം മാറിയ പോലെ തോന്നുന്നുണ്ടല്ലോ. മസക്കുഞ്ഞിന്റെ അമ്മ ഭയങ്കര വാശിക്കാരിയാണെന്നറിയാമല്ലോ. ഉപ്പിലിട്ടത്, മുളകിലിട്ടത്, വെള്ളക്കാന്താരി കീറിയിട്ടത്, ഉപ്പിലിട്ടത്, അങ്ങനെ പല സാധനവും തന്നയച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ ഏതിനുള്ള ആശ? ആശയുണ്ട്, പക്ഷേ കിട്ടണ്ടേ. ആട്ടെ, ഞാനിപ്പോ വിളിക്കുന്ന എന്ത് പറയണം? അത് കള്ളം. എങ്കിലേ കുഞ്ഞിനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. അതാരുടെ മൂന്നാണെന്നറിയാമോ? ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കൂ. കൃത്യസമയത്ത് തന്നെ പറപ്പിച്ചിങ്ങ് എത്തിയല്ലോ. താരപ്പോന്നു ഒരാഴ്ചെടുക്കാവുന്ന ചൂടുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ചെല്ല് ചെല്ല്, ഞാനേ ഇവിടെ ഒന്നിരിക്കട്ടെ.
അയ്യോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഇത്ര രഹസ്യം വായിക്കുന്നത്? ഏതോ ഒരു പുസ്തകം. ആ, ശംഖുവാശം വന്നിട്ടുണ്ട്. ആ, എന്തൊക്കെയോ കൊടുത്തു വിടുമെന്ന് അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ഗർഭകാലത്ത് കൊതി മാറാനുള്ളതൊക്കെയാണ്. ഇവിടെ ആർക്കാ? വിൻസെന്റിന് ശോഭയ്ക്കും കൊടുക്കാം. ശരിയാണ്, അവർക്ക് ആരുണ്ടാക്കി കൊടുക്കാൻ? അവര് മധുവിധം ആഘോഷിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ. ആ, ഇനി നമുക്കിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ആശാനോട് എന്ത് പറഞ്ഞു വിടണം? സുഖമായി കഴിയുന്നു പറഞ്ഞാൽ മതി. അയ്യോ, എന്റെ പുറം കടിക്കുന്നു, ഒന്ന് ചൊറിഞ്ഞു തരൂ. ഇവിടെയാണോ? താഴെ. ഇവിടെ അല്ല, താഴെ. ഇവിടെയാണോ? താഴെ. ഇവിടെയോ? കുറച്ചുകൂടെ താഴെ. എന്ത് വെച്ചാ മാന്തുന്നേ? അത്രയ്ക്കും എന്നെ തൊട്ടുകൂടല്ലേ? മിനിക്ക് എപ്പോഴും കുട്ടിക്കളിയാണ്. ആ മിനി, ഇന്നത്തെ പത്രത്തിൽ 300 സിഗരറ്റ് വലിച്ചേർത്ത ഒരാളുടെ പേര് കണ്ടല്ലോ. എന്താ പേര്? ഉച്ചക്കിർക്കൻ. നാളെ മുതൽ മിനിക്ക് ബുദ്ധിമുട്ടായി. ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്, എവിടെ നന്നാകാൻ. അവളെ ഭൂലോകം അരച്ച് നെറ്റിൽ പൊട്ടുകൊടുത്തവള. പോയത് ഭാഗ്യം. ആ, മിനി, മിനി. വരുന്നു. ഇത്രയും നേരം അവിടെ ഇരുന്നില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അയാൾ വന്നിരിക്കുമ്പോൾ എന്ത് വിചാരിക്കും? ആ, നീ പോയി ഡ്രസ് മാറ്റിട്ടു. ഈ ഡ്രസ്സിന് എന്താ കുറവ്? നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പറയുന്നു കേൾക്കൂ, പോയി ഡ്രസ് മാറ്റിട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേട്ടൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എന്ന് വെച്ചാൽ? അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നോട് സ്നേഹമില്ലാത്തത്? സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ? നമുക്കൊരു ഡോക്ടറെ കാണാം. എന്തിന്? രാത്രിയിൽ ചേട്ടന് ഈ അസുഖം മാറാൻ. എനിക്കൊരു അസുഖവുമില്ല. ചേട്ടാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? അതിന്? എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ? എനിക്കൊരു രോഗവുമില്ല. ആരെയും കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്റെ അകന്ന ബന്ധത്തിൽ ഒരമ്മാവനുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ പിന്നെ എന്നും ഇങ്ങനെ ജീവിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? ഒരു നിമിഷമെങ്കിലും ചേട്ടൻ എന്നെ ഒരു ഭാര്യയെ പോലെ കരുതിയിട്ടുണ്ടോ? മധുവിനെ അയാൾ അറിയാതെ വേണം ചില തെറ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്.